ഉദ്ദേശം വ്യക്തമാണ്. എന്റെ പൊന്നാര മോനെ ഞാനിത് പറഞ്ഞല്ലോ, മുൻവിധിയോട് കൂടിയാണ് നിങ്ങൾക്കറിയാലോ. എന്തിനാണ് നീ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്താ ചോദിച്ചത്? എന്താണ്? പാർട്ടി സമ്മേളന കാലമാണ്. അൻവർ ഇന്നലെ പറഞ്ഞ പല കാര്യങ്ങളും ഈ സമ്മേളനത്തെ കൂടി ലക്ഷ്യമിട്ടാണ് പാർട്ടിയിലെ ഇക്വേഷനെ തന്നെ സ്വാധീനിക്കാനാണ്. എന്താണ് അതിലെന്ത് അടിസ്ഥാനമല്ല. ഞാൻ ഒരു പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്. മാത്രമല്ല കോൺഗ്രസ് നിന്ന് വലിഞ്ഞു കയറി വന്നോനെ ഞാൻ. എനിക്ക് ഈ പാർട്ടിയെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുക? എനിക്ക് എന്ത് സ്വാധീനിക്കാൻ ഈ പാർട്ടിയെ പറ്റുക? അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്നും കൂടി പറഞ്ഞു. ഇത് ഇപ്പം അല്ലേ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട്. ആ ഗൂഢാലോചന ഒന്ന് ഞാനാണ്, 2 AK ബാലൻ സഖാവാണ്, 3-4 ആൾക്കാർ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു ആ മീറ്റിങ്ങിൽ വിളിച്ച ആളുകൾ. അത് AK ബാലൻ സഖാവിനോട് ഞാൻ ചോദിക്കണം. എനിക്ക് മുഖപരിചയമില്ല, കാര്യപ്പെട്ട ആളുകളാണ് ഇതിന്റെ. താങ്കൾ 30-ാം തീയതി വരെ പ്രതികരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. പിന്നീട് പാർട്ടി നേതാക്കളുടെ പ്രസ്താവനയാണോ ഇതെല്ലാം ലംഘിക്കാനുള്ള താങ്കൾ ഇന്നലെ പത്രസമ്മേളനത്തിലില്ല സാജിദേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടിയെ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്തുകൊണ്ടാണ്? നിങ്ങൾ അഭ്യർത്ഥന നിർത്തണം, ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ഞാനത് മാനിച്ചു. ഞാൻ എന്താ പറഞ്ഞത്? ഈ കേസ് സത്യസന്ധമായി അന്വേഷിക്കണം, അത് പാർട്ടിയാണ് ഏൽപ്പിക്കുകയെന്ന്. അത് പാർട്ടി അത് ഏൽക്കാൻ തയ്യാറില്ല. അൻവർ പറഞ്ഞതിൽ കഴമ്പില്ല, മുഖ്യമന്ത്രി തള്ളി. പിന്നെ ഞാൻ എന്ത് അന്വേഷണ റിപ്പോർട്ടിന് വിഡ്ഢിയായി കാത്തിക്കണം? ഇനി ആ വരുന്ന വാറോലയ്ക്ക് ഞാൻ കാത്തിക്കണോ? വാറോല എന്ന് പറയും നമ്മൾ. എന്താ വാറോല? വാട്ട് ഈസ് വാറോല? സാജിദും പറയും. വാറോല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുത്തിക്കുറിച്ചിട്ടുണ്ടാവുമല്ലോ, വായിച്ചാലും മനസ്സിലാവില്ല, ചിന്തിച്ചാലും മനസ്സിലാവില്ല. എഴുതുന്ന ഒരു പേപ്പർ, അങ്ങനെ എഴുതുന്ന സാധനത്തിന് ആ വാറോല എന്ന് പറയാം. ആ വാറോല ഒരു കൊടുത്ത് തിരികാൻ നിൽക്കുകയാണ്. ഞാൻ അതിന് കാത്തിക്കണോ? ഞാൻ കോടതിയെ സമീപിക്കും. ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വക്കീൽമാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്. അല്ല, ഞാനിപ്പോൾ എനിക്ക് ഒരു പ്രമാദകരമായ വിഷയം, ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ ഈ വിഷയം, ഈ 3 കൊല്ലം അമ്പകുരം തുടർന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഈ 188 കേസുകൾ, ഇതിൽ പോലീസ് നടത്തിയ വെട്ടിപ്പ്, ഇതിൽ നടന്നിട്ടുള്ള മറ്റു സംഗതികൾ, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ആ അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തീരുമാനിക്കണം. അത് സർക്കാരിനോട് തീരുമാനിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത്. ഹൈക്കോടതി വിലയിരുത്തണം കേരളത്തിലെ എന്താ പറയുക സത്യസന്ധരമായ ഓഫീസേഴ്സിനെ. അവരുടെ എന്താ പറയുക സർവീസ് ഹിസ്റ്ററി പരിശോധിക്കണം. ആ ഹിസ്റ്ററി പരിശോധിച്ച് സത്യസന്ധരാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന ആ അന്വേഷണ സംഘത്തെ കോടതി നിശ്ചയിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കട്ടെ. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ PV അൻവറിനെ ഉൾപ്പെടുത്തട്ടെ. PV അൻവർ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ജില്ലാ സെക്രട്ടറി പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയയിലെ ആളുകൾക്ക് വേണ്ടിയാണ് അൻവർ സംസാരിക്കുന്നത്, അവരെ സഹായിക്കലാണ് ലക്ഷ്യം, അത് അവരുടെ ഇടനിലക്കാരനാണ്, പാർട്ണർഷിപ്പ് ആരോപണം. അത് ഈ സ്വർണ്ണക്കടത്തിനേക്കാളും ലാഭമാണ് മറ്റേത്. എന്തായാലും പറയാം, MDM എന്താ മയക്കമരുന്ന്, അയാൾ വിട്ടുപോയതായിരിക്കും. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, PV അൻവറിന്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് സംശയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉറപ്പായി. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായിട്ടില്ല, മനസ്സിലായില്ലേ? അദ്ദേഹത്തിനും റഹീമിനും പിന്നെ ടീച്ചർക്കും ബാലം സഖാവിനും മാത്രമേ ഉറപ്പായത്. ഇനി ബാക്കിയുള്ളവർ കൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉറപ്പായി വരും. അതെ അതെ, പിന്നെ അങ്ങനെ കെട്ടിയിട്ടിരിക്കല്ലേ LDF-ൽ. എങ്ങനെ ഒരു കാലൂരി, പിന്നെ വിരലൂരി, കയ്യൂരി. വീടിന്റെ മുന്നിലല്ല പോസ്റ്റർ, എന്റെ പറമ്പിലാണ്. ആ ബോർഡ് വെച്ചിരിക്കുന്നത് എന്റെ പറമ്പിലാണ്. പോയി വെക്കൂ. കാരണം ഇവിടെ റോഡിൽ വെക്കാൻ സ്ഥലമില്ല, റോഡ് കൺജസ്റ്റഡാ. അപ്പോൾ ഒരാളെ വെച്ചോട്ടെ, അവർക്ക് വെക്കാലോ. ഞാൻ ഈ വിമർശനം എനിക്കെതിരെയുള്ളൊരു വിമർശനമാണല്ലോ, അത് എന്റെ പറമ്പിൽ തന്നെ കിടക്കട്ടെ. പാർട്ടിയിൽ ഒരു പാർട്ടി മെമ്പർ പോലും ഉണ്ടാവില്ല. അൻവറിന് ഒരു നാവേ ഉള്ളൂ എങ്കിൽ പാർട്ടിക്ക് ലക്ഷം നാവുണ്ടെന്നാണ് EN മോഹൻദാസ് പറയുന്നത്. ആണല്ലേ? എങ്ങനെ നേരിടാൻ കഴിയും? അപ്പോ ബഹുമാനപ്പെട്ട ആ പറഞ്ഞ ആളുകളോട് ഈ പറഞ്ഞ മന്ത്രിമാരൊക്കെ പോസ്റ്റ് ഇടണല്ലോ. ആ പോസ്റ്റിനടിയിൽ കമന്റ് ഉണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എത്ര നാവാണ് അതിന്റെ അടിയിലുള്ളത് നോക്കാം. അത് നോക്കിയാൽ മതി. അത് ആ സാധുവിനെ അറിയാത്തോണ്ടാ.